കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം അനുഗ്രഹീതമായ ഈ നല്ല രാവിലെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദൈവമക്കളാകുന്ന നമുക്ക് ഒരുമിച്ച് ഒരു പ്രാവശ്യം കൂടെ ദൈവരാജ്യ നിമിത്തം ഒരുമിച്ച് സംഗമിപ്പാനും ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനും സർവശക്തനായ കർത്താവ് ഒരുക്കുന്ന അനുഗ്രഹീതമായ നല്ല സന്ദർഭത്തെ ഓർത്ത് നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. സന്നിഹിതരായിരിക്കുന്ന എല്ലാവർക്കുമുള്ള വന്ദനത്തെ ഞാൻ പ്രാരംഭത്തിൽ തന്നെ അറിയിക്കുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പുതിയ ഉടമ്പടിയുടെ പുതിയ നിയമത്തിൻ്റെ ഏറ്റവും പ്രധാനമായ ചില മേഖലകൾ നാം കണ്ടുവരികയായിരുന്നു. അതിൽ പ്രധാനമായും നാം കണ്ടത് പുതിയ ഉടമ്പടിക്കകത്ത് 3 വാക്തത്വങ്ങളാണുള്ളത്. 3 വാക്തത്വങ്ങൾ. ഈ 3 വാക്തത്വങ്ങൾ, 1 നമ്മുടെ പാപക്ഷമയാണ്, 2 നമ്മുടെ സ്വഭാവത്തെ മാറ്റുന്ന ദൈവിക പകർച്ചയാണ്. അതിനകത്ത് ദൈവാത്മാവ് നമ്മുടെ ഹൃദയത്തിൻ്റെ 4 മേഖലകൾ, 1 നമ്മുടെ ചിന്തകൾ, മറ്റൊന്ന് നമ്മുടെ ഇമോഷനുകൾ, 3 നമ്മുടെ തീരുമാനങ്ങൾ, 4 നമ്മുടെ കോൺഷ്യസ് മൈൻഡ്. 4 മേഖലകളിൽ ഉള്ളടക്കം ചെയ്തിരിക്കുന്ന നമ്മുടെ ഹൃദയത്തെ ദൈവാത്മാവ് എടുത്തു മാറ്റും. ഞാൻ നിങ്ങൾക്ക് ഒരു പുതിയ ഹൃദയം തരും, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരും. ഇത് ഒരു ദിവസം കൊണ്ട് നടക്കുന്നതല്ല, ഇത് ചില നാളുകൾ കൊണ്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. ജീവൻ നിങ്ങളിൽ തുറക്കുന്നു. ആത്മാവിൽ നിന്ന് തുറക്കുന്ന ജീവൻ നിങ്ങളുടെ വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്നതോറും നിങ്ങളുടെ വ്യക്തിത്വത്തിന്റെ സ്വഭാവം അങ്ങനെ തന്നെ ദൈവാത്മാവിനാൽ രൂപപ്പെട്ടു വരാൻ തുടങ്ങും. ഇതിനകത്ത് ഞാൻ പറഞ്ഞു, പുതിയ ഉടമ്പടി എന്ന വിഷയം നാം പഠിക്കുമ്പോൾ ദൈവസ്നേഹത്തിന്റെ ഏറ്റവും വലിയ പ്രദർശനം, ഞാൻ ഇന്നലെ ഒരു ടെക്സ്റ്റ് ഞാൻ ഇട്ടിരുന്നു. പുതിയ ഉടമ്പടിയുടെ ഏറ്റവും വലിയ പ്രദർശനം എന്ന് പറയുന്നത് ദൈവസ്നേഹമാണ്. ദൈവസ്നേഹത്തിന്റെ പ്രദർശനമാണ് പുതിയ ഉടമ്പടി എന്ന് പറയുന്നത്. സത്യത്തിൽ എന്താണ് ദൈവസ്നേഹം? നമ്മളെ കരുതിയതാണോ? നമ്മളെ സഹായിച്ചതാണോ? പിതാവ് ശത്രുക്കളായിരിക്കുമ്പോൾ നമുക്ക് തന്റെ പുത്രനെ തന്നതാണോ? എന്താണ് ഏറ്റവും വലിയ ദൈവസ്നേഹം? ഏറ്റവും വലിയ ദൈവസ്നേഹം, ഞാൻ പാപിയായിരുന്നപ്പോൾ, ഞാൻ ആർക്കും വേണ്ടാതിരുന്നപ്പോൾ എന്നെ അവനെ പോലെ ആക്കാൻ തീരുമാനിച്ചതാണ് ഏറ്റവും വലിയ ദൈവസ്നേഹം. അതിനുവേണ്ടി തന്റെ പുത്രനായ ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി തകർത്തു കളഞ്ഞു. ഓക്കെ, നമ്മൾ ഇതിന്റെ പല മേഖലകൾ കണ്ടു. അപ്പൊ ഇതിനകത്ത് നമ്മെ ഇപ്പോൾ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നു, സിംഹാസനത്തിൽ ഇരുത്തിയിരിക്കുന്നു. അതാണ് എഫേസ്യ ലേഖനത്തിന്റെ പ്രതിപാദ്യ വിഷയം. അപ്പൊ നമ്മുടെ ഹൃദയത്തിന് ഇത് മനസ്സിലാകുന്നില്ല. നമ്മുടെ ഹൃദയത്തിന് ഒരിക്കലും മനസ്സിലാകില്ല. സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹത്താൽ നമ്മളെ അനുഗ്രഹിച്ചിരിക്കുന്നു. പുത്രത്വത്തിന്റെ ആത്മാവിനെ നമ്മൾ പകർന്നിരിക്കുന്നു. നമ്മളെ വിശുദ്ധരും നിഷ്കളങ്കരുമാകുവാൻ മുൻനിയമിച്ചിരിക്കുന്നു. നമുക്കിത് എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. അപ്പൊ അവിടെയാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്കൊരു പുതിയ ഹൃദയം തരികയാണ്. പുതിയ ഹൃദയം തരുമ്പോൾ മെച്ചം എന്താണ്? മെച്ചം, നിങ്ങളെ ഞാൻ എൻ്റെ ചട്ടങ്ങളിൽ മടക്കുമാറാക്കും. നിങ്ങൾ എൻ്റെ ന്യായപ്രമാണം ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കി, നിങ്ങളെ ഞാൻ എൻ്റെ ചട്ടങ്ങളിൽ നടക്കുമാറാക്കും. അപ്പൊ ഇവിടെ നമ്മുടെ അകത്ത്, നമ്മുടെ ഹൃദയത്തിനകത്ത് ക്രിസ്തു വസിക്കുന്നൊരു തലമുണ്ട്. ഞാനത് കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്, എങ്കിലും ഞാൻ ആ വാക്യം ഒന്നുകൂടെ കാണിക്കാം. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 3-ാം അധ്യായത്തിന്റെ 15-ാം വാക്യം ഒന്ന് വായിച്ച 15-16 വാക്യങ്ങൾ ഞാൻ ഇവിടെ ഇതിലിട്ടിട്ടുണ്ട്. മറ്റു പരിഭാഷയിൽ വായിക്കുന്നുണ്ടും കുഴപ്പമില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നത് ദൈവം അവിടുത്തെ തേജസ്സേറിയ ധനത്തിന് അനുസൃതമായി അവിടുത്തെ ആത്മാവിനാൽ നിങ്ങളുടെ ആന്തരിക വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ അധിവസിക്കാൻ വരം ലഭിക്കണമെന്നും. മതി അവിടെ നിൽക്കട്ടെ. അപ്പോസ്തലനായ പൗലോസ് സഭയ്ക്ക് ലേഖനം എഴുതുമ്പോൾ എഫെസോസ് സഭയോട് പറയുകയാണ്, ഞാൻ സകല കുടുംബത്തിനും പേര് വരുവാൻ കാരണമായ ദൈവത്തിന്റെ സ്ഥലം മുട്ടുകുത്തുകയാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ പ്രശ്നം എന്താണ്? സഭയുടെ പ്രശ്നം, അവര് പൗലോസ് അനുഭവിക്കുന്ന കഷ്ടത നിമിത്തം അവർ അധൈര്യപ്പെട്ടു പോകുന്നു. അവര് പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പക്ഷെ പൗലോസിന്റെ വിഷയത്തിൽ മറുപടിയില്ല. പൗലോസിന് 2 വർഷമായിട്ട് ദൈവം കാരാഗൃഹത്തിൽ അടച്ചിട്ടിരിക്കുകയാണ്. എന്തു ചെയ്തിട്ട് പൗലോസിനെ റോമൻ ഗവൺമെന്റ് അഴിച്ചുവിടുന്നില്ല. അപ്പം യഹൂദന്മാർ ഒരുക്കിയ കെണിക്കകത്ത് റോമക്കാർ പിടിച്ചിട്ടിരിക്കുന്ന കാരാഗൃഹത്തിൽ നിന്ന് എത്ര പ്രാർത്ഥിച്ചിട്ടും പുറത്തു വരാൻ കഴിയാതെ വണ്ണം അകത്ത് കിടക്കുന്ന പൗലോസ് പുറത്തു വരാതായപ്പോൾ, പ്രാർത്ഥനയുടെ മറുപടി കാണാതായപ്പോൾ,
എഫേസ്യ വിശ്വാസികൾ അവരുടെ ഹൃദയത്തിനകത്ത് അധൈര്യം വരാൻ തുടങ്ങി. അപ്പോൾ പൗലോസ് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്, സകല കുടുംബത്തിന് പേർ വരാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. ഞാനിങ്ങനെ ഒഴുക്കിൽ പറയുന്നത് ബൈബിൾ സൊസൈറ്റിയുടെ ബൈബിളിലെ വാക്യങ്ങളാണ് ഞാൻ വായിച്ച് പഠിച്ചിരിക്കുന്നത്. ഇതിവിടെ ഇട്ടിരിക്കുന്നത് സമകാലിക വിവർത്തനമാണ്, ബിബ്ലിക്കാണ് ഇട്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറയുന്ന വാക്യം ഇതിന് രണ്ടും ഒന്നല്ല, പക്ഷെ ചില വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കേണ്ടത് നല്ലതാണ്. ഇവിടെ പൗലോസ് പറയുകയാണ്, സകല കുടുംബത്തിന് പേര് വരുവാൻ കാരണമായ പിതാവിന്റെ സന്നിധിയിൽ ഞാൻ മുട്ടുകുത്തുന്നു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുന്നത് അവിടുത്തെ തേജസ്സേറിയ ധനത്തിന് അനുസരണമായി അവിടുത്തെ ആത്മാവിനാൽ നിങ്ങളുടെ ആന്തരിക വ്യക്തിത്വത്തെ ശക്തിപ്പെടുത്തണം. കണ്ടോ? അപ്പൊ നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്തുള്ള വ്യക്തിത്വത്തിന്റെ മേൽ ശക്തി വ്യാപരിക്കുമോ? ഇനി ഇവിടുന്ന് ശ്രദ്ധിക്കണേ. നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ സ്വയത്തിന് മാറ്റം സംഭവിക്കുമോ? നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുമ്പോൾ അത് നമ്മുടെ സ്വയം എന്ന് പറയുന്ന മേഖലയ്ക്ക് മാറ്റം വരുമോ? അപ്പൊ പൗലോസ് പറയുന്നത്, ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങളുടെ അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടാൻ വേണ്ടിയാണ്. അപ്പൊ അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? വിശ്വാസത്താൽ ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കും. കണ്ടോ? ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കും. അപ്പൊ ഇതിനു മുമ്പ് ആരായിരുന്നു ഹൃദയത്തിൽ വസിച്ചിരുന്നത്? ഇതിനു മുമ്പ് വസിച്ചത് നമ്മുടെ പഴയ മനുഷ്യനായിരുന്നു. നമ്മുടെ വികാരങ്ങൾ, നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ ചിന്തകൾ, നമ്മുടെ കോൺഷ്യസ് മൈൻഡാണ് വസിച്ചിരുന്നത്. ഇവിടെ പൗലോസ് പ്രാർത്ഥിക്കുകയാണ്, ഞാൻ പ്രാർത്ഥിക്കുന്നത് നിങ്ങൾ എന്ന വ്യക്തിയുടെ ഹൃദയത്തിനകത്ത് കർത്താവ് വിശ്വാസത്താൽ വസിക്കാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവ് വിശ്വാസത്തിൽ വസിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇത് കർത്താവ് നിങ്ങളുടെ അകത്ത് വസിക്കുമ്പോഴാണ് നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനെ പോലെയാകും. നിങ്ങളുടെ ഹൃദയം ക്രിസ്തുവിന്റെ നിറവുകളാൽ നിറയാൻ തുടങ്ങും. നിങ്ങളുടെ കോൺഷ്യസ് മൈൻഡ്, അതിനെ നമ്മൾ അന്യഭാഷ പ്രാർത്ഥിക്കുന്നത്. അന്യഭാഷ പ്രാർത്ഥിക്കുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? നമ്മുടെ ബുദ്ധി, അന്യഭാഷയിൽ പ്രാർത്ഥിക്കുന്നവൻ മനുഷ്യരോടല്ല ദൈവത്തോടൊത്ത് പ്രാർത്ഥിക്കുന്നത്. അവന്റെ ബുദ്ധി അഫലമാവുകയാണ്. കണ്ടോ? കോൺഷ്യസ് മൈൻഡിനകത്തുള്ള നമ്മുടെ ധർമ്മബോധം, നമ്മുടെ ധാർമ്മിക ബോധം, നമ്മുടെ അറിവുകൾ, നമ്മുടെ ജ്ഞാനങ്ങൾ, ഇതെല്ലാം അലക്ഷ്യമായി, ഇതെല്ലാം മനുഷ്യരുടെ അന്വേഷണ ബുദ്ധി അഫലമാവുകയാണ്. നമ്മുടെ ബുദ്ധി, കോൺഷ്യസ് മൈൻഡ് അഫലമായിട്ട് എന്താണോ വചനം പറയുന്നത് അത് നമ്മുടെ അകത്ത് വെളിപ്പാടായി മാറുകയാണ്. അപ്പൊ അവിടെ എന്തുണ്ടാകുന്നത്? നമ്മുടെ ആത്മാവിൽ നിന്ന് ജ്ഞാനത്തിന്റെയും വെളിപ്പാടിന്റെയും ആത്മാവിനെ തുറക്കുകയാണ്. അപ്പൊ നമുക്ക് എന്ത് തലത്തിൽ ജീവിക്കാൻ പറ്റും? നമ്മൾ ഉറപ്പോടെ പറയും, ഞാൻ അനുഗ്രഹമാണ്, എന്റെ അകത്തുള്ള പുത്രത്വത്തിന്റെ ആത്മാവാണ്, എന്നെ സ്വർഗസ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ്. ദൈവം എന്നെ വിളിച്ചിരിക്കുമ്പോൾ ആ വിളിയുടെ പുറകിൽ ദൈവത്തിന്റെ ഒരു ആശയമുണ്ട്. അപ്പൊ നോക്കി, നാം ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ അകത്തെ മനുഷ്യൻ ശക്തിപ്പെടുമ്പോൾ നമ്മുടെ ചിന്താമണ്ഡലങ്ങൾ, നമ്മുടെ വികാര മേഖലകൾ, നമ്മുടെ ഇച്ഛാ മേഖലകൾ എല്ലാം മാറ്റം വരാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഒന്ന് പ്രാർത്ഥിച്ചാലോ, നമ്മുടെ അകത്തെ മനുഷ്യ ശക്തിയോടെ ഒന്ന് ബലപ്പെടുത്തണമേ കർത്താവ് എന്ന് പ്രാർത്ഥിച്ചാലോ? എല്ലാവരും മൈക്കിൽ മുട്ടിട്ട് പ്രാർത്ഥിക്കൂ. അടുത്ത 1-2 മിനിറ്റുകൾ മൈക്കിലെല്ലാം മൺമുട്ടിട്ട് പ്രാർത്ഥിച്ച്, കർത്താവേ ഞങ്ങളുടെ അകത്തെ മനുഷ്യരെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളുടെ അകത്തെ മനുഷ്യരെ ശക്തിപ്പെടുത്തണമേ. ഒന്ന് പ്രാർത്ഥിച്ച് പ്രൗഢമനഘടകനം ശഖബ ഹർഷസ്കരി വിഭക്തുരാമന പ്രൗഷവന ഘടകദന വൈഷ പ്രൗഢവന ഘടകദനം പ്രൗഢവന ഗജുരവന ഷഹസ്കനാദിരാധന പ്രൗഢവന. കർത്താവേ ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ, ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ, ഞങ്ങളുടെ അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുവാൻ.
ശകാരാരക്ഷസ്കനാദിരാദര പ്രൗഢവന ഘടകദനം അന്തർഘടക ദുരിവിതിരി ഘടകദനാര ഘടക പ്രൗഷവന ഘടകദനാര ഘടകദന വൈഷ പ്രൗഢവന ഘടകദനം ശസ്കനാദിര പ്രൗഢവന ഘടകദുരി വിരി ഘടകദനാര ഘടകദനം ജീവ പ്രൗഢവന ഹട്ടസ്കനാദിനാദന പ്രൗഢവന ഘടകദന വൈശ്വസ്കനാദിരാദനം ജഗത്തുരാദന പ്രൗഢവന ഘടകദന വേദ പ്രൗഢവന ഘടകദനം ഘടകശസ്കനാദിര പ്രൗഢവന ഘടകദനം അമ്പ പ്രൗഢവന ഗതുരിവിനി ഘടകദനാര ഘടകദന വൈശ്വസ്കനാദിരാദന പ്രൗഢവന ഘടകദനം ലഗത്തുരാദനാര ഘടകദന ഗതുരിവിനി ഘടകദനാര ഘടകദന വൈശ്യ പ്രൗഢവന ഘടകദനം ലഗത്തുരാദന പ്രൗഢവന ഘടകദന ദുര പ്രൗഷസ്കനാദിരാദനാര ഘടകദന അന്തരാദിന പ്രൗഢവന ഘടകദന ഗതുരവന ഘടകദനാര ഘടകശസ്കനാലിക പ്രൗഢവന ഘടകദന വൈശ്വസ്കനേതിരി ലിഗത്തുരാപനാര ഘടകദന ഘടകദന വൈശ്വസ്കനാദിനാദന ഘടകദുരിവിനി ഘടകദന ഗതുരവന ഘടകദനം ജിബബ ഹട്ടസ്കേ ലിഗത്തുരാദന ആയുഷസ്കേ വിത്തുരീവിനി ശസ്കനാദില അലക്തുരാദനാര ഘടക പ്രൗഢവന ഘടകദന വേദ പ്രൗഢവന ശസ്കനാദിന പ്രൗഢവന ഘടകദന വേദ പ്രൗഷവന അന്തുരാപനാദന ഘടകദുരിവിനി ഘടകദനം ഇവിടെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവ് വസിക്കാൻ തുടങ്ങിയാൽ ഉണ്ടാകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വിശ്വാസത്താലാണ് കർത്താവ് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുന്നത്. കണ്ടോ ആ വാക്യം കണ്ടോ, 17-ാം വാക്യം കണ്ടോ. നിങ്ങളുടെ അകത്തെ മനുഷ്യ ശക്തിയോടെ ബലപ്പെടുമ്പോൾ, നിങ്ങളുടെ അകത്ത് ക്രിസ്തു വസിക്കാൻ തുടങ്ങുമ്പോൾ, അതായത് അവന്റെ ജീവൻ, അവന്റെ നിറവ്, അവന്റെ സ്നേഹം, അങ്ങനെ തന്നെ നിങ്ങളുടെ വ്യക്തിത്വത്തിന് ഭയങ്കര മാറ്റം വരാൻ തുടങ്ങും. ഇപ്പൊ മാറ്റം വന്നെന്ന് എങ്ങനെ അറിയാം? നമ്മുടെ പദസമ്പത്ത് നോക്കുക, നമ്മുടെ ചിന്താമേഖലകൾ നോക്കുക. നമ്മുടെ അകത്ത് ക്രിസ്തു വിശ്വാസത്താൽ ക്രിസ്തു വിശ്വാസത്താൽ നിങ്ങളുടെ ആത്മാവിൽ വസിക്കുന്നതും ഹൃദയത്തിൽ വസിക്കുന്നതും രണ്ടും രണ്ടാണ്. ആത്മാവിൽ വസിക്കുന്നത് നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോഴാണ്. യേശുവേ, ഞാൻ നിന്നെ എന്റെ രക്ഷകനും കർത്താവുമായി ജീവിക്കുന്നുവെന്ന് എപ്പോൾ നിങ്ങൾ പറഞ്ഞുവോ അപ്പോൾ അന്നു മുതൽ നിങ്ങളുടെ ആത്മാവിൽ ക്രിസ്തു ഉണ്ട്. പക്ഷേ നിങ്ങളുടെ ഹൃദയമാണ് നിങ്ങളുടെ തീരുമാനങ്ങളുടെ ഇരിപ്പിടം. നിങ്ങളുടെ മുഴു വ്യക്തിത്വം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹൃദയമാണ്. അപ്പൊ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ മനോഭാവം മാറും, നിങ്ങളുടെ ചിന്താഗതി മാറും. ഇതെല്ലാം ജീവനാൽ മാറാൻ തുടങ്ങും. ഇതാണ് അതിന്റെ പ്രധാനപ്പെട്ട വിഷയം കേട്ടോ. ജീവനാൽ നിന്റെ വ്യക്തിത്വത്തെ മൊത്തം ദൈവാത്മാവ് രൂപീകരിക്കാൻ തുടങ്ങും. അങ്ങനെ വരുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? നിങ്ങൾ 18-ാം വാക്യം, സ്നേഹത്തിൽ വേരുകൾ ആഴ്ന്നിറങ്ങി അതിൽ തന്നെ അടിസ്ഥാനപ്പെട്ടവരായി എല്ലാ ജ്ഞാനത്തിനും അതീതമായ ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ വീതി, നീളം, ഉയരം, ആഴം എന്നിവ എന്തെന്ന് സകല വിശുദ്ധന്മാരോടുകൂടെ
ഗ്രഹിപ്പാൻ നിങ്ങൾക്ക് ശക്തി ലഭ്യമായി തീരും. അതിന്റെ അർത്ഥം എന്താ? നിങ്ങളുടെ അകത്ത് ദൈവസ്നേഹത്തിന്റെ ഒരു വലിയ ആഴം തുറക്കാൻ തുടങ്ങും. നിങ്ങളുടെ എല്ലാ വാക്കുകളും, എല്ലാ ചിന്തകളും, എല്ലാ ആഗ്രഹങ്ങളും എല്ലാം നിങ്ങൾക്ക് കർത്താവിന്റെ സ്നേഹത്തിന്റെ അടിസ്ഥാനത്തിലായി മാറാൻ തുടങ്ങും. നിങ്ങളുടെ അകത്ത് ഭാരങ്ങൾ വരാറില്ലേ? നിങ്ങളുടെ അകത്ത് വേദനകൾ വരാറില്ലേ? നിങ്ങളുടെ അകത്ത് കയ്പുകൾ വരാറില്ലേ? നിങ്ങളുടെ അകത്ത്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഈ അവസ്ഥകളുടെ നടുവിൽ നിങ്ങൾക്കൊരു പ്രത്യേകത വരാൻ പോകുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഭയങ്കരമായിട്ട് കർത്താവിനെ ധ്യാനിക്കുന്നവരായി മാറാൻ തുടങ്ങും. നിങ്ങൾ എന്തു വന്നാലും അതിനകത്ത് നിങ്ങൾ തളരാത്തവരായി മാറും. നിങ്ങൾ ക്രിസ്തുവിനെ മാത്രം നോക്കാൻ തുടങ്ങും. നിങ്ങൾ കേട്ടോ, ക്രിസ്തുവിന്റെ ഈ വാക്യം എബ്രായ ലേഖനം 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യമാണ്. വിശ്വാസത്തിന്റെ ആരംഭവും അവന്റെ പൂർണ്ണത വരുത്തുവാനായ യേശുവിൽ നിങ്ങൾ ദൃഷ്ടി വെച്ചുകൊണ്ട് നാം ഇത് ചെയ്യണം. അടുത്ത വാക്യത്തിന്റെ മുമ്പിൽ വെച്ച് ആനന്ദമോർത്ത് അവൻ അപമാനം സഹിച്ച് ക്രൂശിനെ സഹിച്ചു, ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരുന്ന് ഉപവിഷ്ടനാകുകയും ചെയ്തു. ബൈബിൾ സൊസൈറ്റി ബൈബിൾ കിടക്കുന്നത് ആരെല്ലാ വാക്യം ഒന്ന് വായിക്കാം. 12-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചും അടുത്തു പോകാതിരിപ്പാൻ, അതിന്റെ 3-ാം വാക്യമാണത്. നിങ്ങളുടെ ജീവിതത്തിൽ പരിശീലനതരും മനസ്സ് തകർന്നവരും ആകാതിരിപ്പാൻ അവിടുന്ന് പാപികളിൽ നിന്ന് സഹിച്ച ഇതുപോലെയുള്ള എല്ലാ വ്യതകളും ചിന്തിക്കുക. കണ്ടോ? അപ്പം ഈ ന്യൂ കവനന്റ് പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ പുസ്തകം ഏതാണ്? എബ്രായ ലേഖനം. ഈ എബ്രായ ലേഖനത്തിന്റെ സ്ഥാപനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ വല്ല ക്ഷീണമൊക്കെ ഇടയ്ക്ക് വരാറില്ലേ? നിങ്ങൾക്കാർക്കും വരാറില്ലേ? അതിനായിട്ട് പ്രത്യേക സ്തോത്രം. എന്നാൽ ക്ഷീണം എപ്പോഴെങ്കിലും വന്നാൽ, വ്യക്തികൾ നിമിത്തമോ സാഹചര്യങ്ങൾ നിമിത്തമോ സാമ്പത്തിക പ്രതിസന്ധി നിമിത്തമോ തലമുറകളുടെ ഭാവി സംബന്ധമായ വിഷയത്തിലോ ഭവനത്തോടുള്ള ബന്ധത്തിലോ ഒക്കെ ഏതെങ്കിലും മേഖലകളിൽ നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുപ്പ് വരുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? നിങ്ങൾ ചെയ്യേണ്ട കാര്യം പാപികളാൽ വിരോധം സഹിച്ച ക്രിസ്തുവിനെ ധ്യാനിക്കുക. കണ്ടോ? യേശു ക്രിസ്തുവിനെ നിങ്ങൾ ധ്യാനിക്കുക. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിപ്പാൻ. ഉള്ളിൽ ക്ഷീണിച്ച്, അപ്പൊ നിങ്ങളുടെ വ്യക്തിത്വത്തിനുണ്ടാകുന്ന ക്ഷീണം, വ്യക്തിത്വത്തിനുണ്ടാകുന്ന മടുപ്പ്, ജീവിക്കാൻ തോന്നുന്നില്ല, മരിക്കാൻ തോന്നുന്നു, എന്തിനാണ് ജീവിക്കുന്നത്, ആർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, എന്താണ് ജീവിച്ചിട്ട് കാര്യം, എത്ര ഞാൻ അധ്വാനിച്ചിട്ട് ഇങ്ങനെയല്ലേ ആകുന്നുള്ളൂ, ഇങ്ങനെ പല വിധത്തിലുള്ള നിരാശകള്, മടുപ്പുകള്, തകർച്ചകള് ഒക്കെ ജീവിതത്തിൽ വരുമ്പോ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ ചെയ്യേണ്ട കാര്യം, കർത്താവ് നിങ്ങളുടെ ഹൃദയത്തെ, അകത്തെ മനുഷ്യനെ ബലപ്പെടുത്തി നിങ്ങളുടെ ഹൃദയത്തെ മാറ്റുക മാത്രമല്ല, നിങ്ങളുടെ അകത്ത് അവന്റെ ജീവൻ തുറക്കും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ കർത്താവിനെ ധ്യാനിക്കണം. നിങ്ങൾ എന്നെ ഭക്ഷിക്കണം, എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യോഹന്നാന സുവിശേഷം 6-ാം അധ്യായം. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് ട്രോഗോ എന്ന വാക്കാണ്. ട്രോഗോ എന്ന് പറഞ്ഞാൽ എന്താണ്? അവനെ അയവിറക്കുക, അയവിറക്കുക. അപ്പൊ കർത്താവിനെ അയവിറക്കുന്നവൻ കർത്താവിൻ മൂലം ജീവിക്കാൻ തുടങ്ങും. കർത്താവിനെ അയവിറക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മൃഗം അയവിറക്കുക എന്ന് പറഞ്ഞാൽ കിട്ടുന്ന സമയത്ത് മൃഗം വെട്ടി വിഴുങ്ങും. പച്ചപ്പുല്ലൊക്കെ കണ്ടില്ലേ? പശു, കാള, ആട്, ഇങ്ങനെ അയവിറക്കുന്ന മൃഗങ്ങൾ അവർക്ക് പുല്ല് കിട്ടുമ്പോൾ അത് വേഗത്തിൽ ഭക്ഷിക്കും. എന്നിട്ട് ഒരു തണലിൽ വന്നു കിടന്ന് അവരാ ഭക്ഷിച്ചത് വീണ്ടും അവരുടെ വായ്ക്കകത്ത് കൊണ്ടുവന്ന് വീണ്ടും അത് ചവച്ച് അരച്ച് അത് കഴിക്കും. അത് അവർക്ക് അങ്ങനെയുള്ള മൃഗങ്ങൾക്ക് ദൈവം വെച്ചിരിക്കുന്ന ഒരു സിസ്റ്റമാണ്. ഈ പദമാണ് ട്രോഗോ എന്ന വാക്ക്. നിങ്ങൾക്ക് പ്രയാസമുണ്ടാകുമ്പോൾ, നിങ്ങൾ ഉള്ളിൽ ക്ഷീണിക്കുമ്പോൾ, നിങ്ങൾ ഉള്ളിൽ തളരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളോടൊപ്പം തന്നെ ഒരു പ്രവാചകനെ ഫോണിൽ വിളിച്ചു. നമ്മൾ എന്താ ചെയ്യുന്നത്? നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ വിളിച്ചു. നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മളെ ആരെയും ഒരാൾ വിളിച്ചു, സഹോദരി ബ്രദർ സുഖമായിരിക്കുന്നോ? എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ, സിസ്റ്റർക്ക് എന്തോ പ്രയാസമുണ്ടെന്ന് തോന്നുന്നല്ലോ. നമുക്ക് ആശ്വാസമായി. കാരണം ആരോ നമ്മളെ വിളിച്ച് ഒരു വാക്ക് പറഞ്ഞു. ഇതൊന്നും നമ്മുടെ അകത്തെ മനുഷ്യനെ പണിയുന്നില്ല. ഇതൊക്കെ നിങ്ങൾ യഥാർത്ഥത്തിൽ പണിയപ്പെടാത്തതിനാൽ ഒരുപക്ഷെ ദൈവം ഒരുക്കുന്നതോ അല്ലെങ്കിൽ മനസ്സിന്റെ അടുപ്പ് കൊണ്ടുണ്ടാകുന്നതോ ഒക്കെ ആയിരിക്കാം. അന്തർജ്ഞാനം കൊണ്ടൊക്കെ അങ്ങനെ സംഭവിക്കാം. പക്ഷെ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ പണിയപ്പെടണമെങ്കിൽ, നിങ്ങൾ അവനെ പോലെ ആകണമെങ്കിൽ, നിങ്ങൾ അവന്റെ വിശുദ്ധി പ്രാപിക്കണമെങ്കിൽ നിങ്ങൾ ക്രൂശിനെ ധ്യാനിക്കണം. നിങ്ങൾ പാപികളാൽ വിരോധം സഹിച്ചവനെ ധ്യാനിക്കണം. അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവർ അവനെ കൈക്കൊണ്ടില്ല. കണ്ടോ? അവൻ നമ്മളെ രക്ഷിക്കാൻ വന്നവാ, അവൻ നമ്മളെ വിടുവിക്കാൻ വന്നവാ, അവൻ നമ്മെ അവനെ പുലിയാക്കാൻ വന്നവാ. പക്ഷെ അവർ അവനെ കൈക്കൊണ്ടില്ല. അവർ അവനെ തള്ളാൻ തുടങ്ങി. അവർ അവനെതിരെ പറയാത്തതൊന്നുമില്ല. ഇവൻ തച്ചന്റെ മകനാണ്, ഇവൻ വേശ്യാപുത്രനാണ്, ഇവൻ ഭൂതങ്ങളുടെ തലവനെ കൊണ്ട് പുറത്താക്കുന്നു, ഇവൻ മറിയത്തിന്റെ പുത്രനാണ്, ഇവൻ തച്ചന്റെ പുത്രനാണ്. എന്തൊക്കെ പറഞ്ഞ് യേശുവിനെ അപമാനിക്കാമോ അത് മുഴുവൻ പറഞ്ഞ് അപമാനിച്ചുകൊണ്ടിരിക്കുമ്പോഴോ അവനറിയാം
അവൻ എന്തിനാണ് വന്നതെന്ന് അവനറിയാം, അവൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന്. പിതാവിന്റെ ഹിതത്തിന് വേണ്ടി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത് ഗെത്സമന തോട്ടത്തിൽ വെച്ച് പിടിക്കപ്പെട്ട് അന്നാവിന്റെ യഹോവയുടെ സംഘത്തിന് മുമ്പിൽ വെച്ച് ക്രൂരമായിട്ട് അപമാനിതനായി പിടിക്കപ്പെട്ട് അവരുടെ മടിയിൽ വെച്ച് ക്രൂരമായി വേദനിപ്പിക്കപ്പെട്ട് അവന്റെ മുഖം മുഴുവൻ അവർ മുഖത്തെ രോമൻ തുട്ടുകൾ ചേർത്ത് വലിച്ചു പറിച്ച് അവനെ അനാവൃതമാക്കിക്കൊണ്ടിരിക്കുമ്പോൾ, പരിഹസിച്ചുകൊണ്ടിരിക്കുമ്പോൾ, അവനെ നിന്ദിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് മുഴുവൻ അവൻ കൃപയാൽ സഹിക്കുകയാണ്. സ്വന്തം ശിഷ്യനായ പത്രോസ് നോക്കൂ, വേണ്ടി യേശുക്രിസ്തുവിനെ തള്ളി പറയുന്നു. എല്ലാവരും ഒരു അകലം വിട്ട് മാറി നിൽക്കുന്നു. ആരും അവന്റെ കൂടെയില്ല, ആർക്കും സഹായിക്കാൻ കഴിയുന്നില്ല. എല്ലാവരും മാറി നിൽക്കുമ്പോൾ അവൻ ഒറ്റയ്ക്ക് സഹിക്കുകയാണ്. പിലാത്തോസിന്റെയും ഹെരോദാവിന്റെയും പിലാത്തോസിന്റെയും കൽത്തവത്തിൽ വിധിസ്ഥലത്തിൽ അല്ലെങ്കിൽ ന്യായപീഠത്തിന് മുമ്പ് ആകെ അവനെ നിർത്തിയിട്ട് ഒരു കുറ്റവും കാണാതിരിക്കുമ്പോൾ അവനെ വീണ്ടും അവർ അപമാനിക്കുകയാണ്. അവന്റെ പുറം അവർ ഉഴുതുമറിക്കുന്നു, അവന്റെ തലയിൽ മുൾക്കിരീടം അടിച്ചിറക്കുന്നു, അവന്റെ മുഖത്ത് നോക്കി അവർ ആക്ഷേപിച്ച് അവനെ അവഹേളിക്കുന്നു. എന്തിനു വേണ്ടിയാണ് അവൻ ഇതെല്ലാം സഹിക്കുന്നത്? അവൻ സഹിച്ചത് ധ്യാനിച്ചാൽ നിന്റെ അകത്തൊരു പ്രത്യേക ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. ഞാൻ പറഞ്ഞതല്ല, അപ്പോസ്തലനായ പൗലോസ് പുതിയ ഉടമ്പടി പഠിപ്പിച്ചു വരുമ്പോൾ ഒടുവിൽ പറയുകയാണ്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ച് മടുത്തു പോകാതിരിക്കാൻ, നിങ്ങളുടെ ഇമോഷനുകൾ ഹീലാകുവാൻ ഒറ്റ വഴിയില്ല. ഏറ്റവും പ്രധാനപ്പെട്ട വഴി യേശുവിനെ ധ്യാനിക്കുക എന്നുള്ളതാണ്. നമുക്ക് ക്രൂശിലേക്ക് നോക്കിക്കൊണ്ട് യേശുവിനെ ഒന്ന് ധ്യാനിച്ചാലോ? അവൻ നമുക്ക് വേണ്ടി പങ്കപ്പാടുകളേറ്റ്, അവൻ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട്, അവൻ നമുക്ക് വേണ്ടി കണ്ടാൽ ആളെന്ന് തോന്നുമാർ രൂപഗുണം നഷ്ടപ്പെട്ടവനായി അവൻ ഒറ്റയ്ക്ക് കിടക്കുന്നു. നിങ്ങൾ അവനെ ധ്യാനിക്കാൻ പഠിക്കണം കേട്ടോ. ഒറ്റയ്ക്ക് ഇച്ചിരി നേരെ വരുന്ന അവനെ നിങ്ങൾ ധ്യാനിക്കാൻ പഠിക്കണം. ഇത് നിങ്ങളുടെ മടുപ്പ് മാറ്റും, ഇത് നിങ്ങളെ പണിയും, ഇത് നിങ്ങളെ പുറത്തു കൊണ്ടുവരും. ക്രൂശിനെ ധ്യാനിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ അകത്തൊരു ശക്തി വ്യാപരിക്കും. അപ്പൊ ക്രൂശിനെ ധ്യാനിച്ചിട്ട് നമുക്ക് ആ ശക്തിയുടെ ഭാഗം കൂടെ പറയാം. ശക്തിയുടെ ഭാഗത്താണ് ദൈവിക വിടുതലുകൾ വ്യാപരിക്കുന്നത്. ഞാൻ ഒന്നുകൂടെ പറയുന്നു, ശക്തിയുടെ ഭാഗത്താണ്. നമ്മൾ വായിച്ചു വന്ന എഫേസ്യ ലേഖനമാണ്. ഞാൻ പെട്ടെന്ന് ഇന്നലെ മറ്റൊരു കാര്യത്തിന് വേണ്ടി പ്രായലേഖനം ഒരു വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വന്നപ്പോൾ ഞാൻ ആ ഭാഗം ധ്യാനിച്ചുകൊണ്ടാണ് പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ അങ്ങോട്ട് വരുവാനിടയാത്തുന്നത്. അപ്പം നിങ്ങളുടെ അകത്ത് ദൈവസ്നേഹത്തിന്റെ നിറവ് വ്യാപരിക്കാൻ തുടങ്ങിയാൽ, കണ്ടോ, നിങ്ങളുടെ അകത്ത് ദൈവസ്നേഹത്തിന്റെ ശക്തി വ്യാപരിക്കാൻ തുടങ്ങിയാൽ നിങ്ങളിൽ മറ്റൊരു ശക്തി വ്യാപരിക്കാൻ തുടങ്ങും. ആ ശക്തി കല്ലറിൽ വ്യാപരിച്ച ശക്തിയാണ്. അവിടേക്ക് പോകാൻ വരട്ടെ. നമുക്ക് കർത്താവിന്റെ ക്രൂശിൽ ഒന്ന് ധ്യാനിച്ചാൽ എല്ലാ കണ്ണും അടച്ച് നമുക്ക് ഒരുമിച്ച് ചില മിനിറ്റുകൾ കൂടെ അന്യഭാഷ സംസാരിച്ചുകൊണ്ട് യേശുവിന്റെ കാൽവരൊന്ന് ധ്യാനിച്ച് അവൻ സഹിച്ചതൊന്ന് ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു ദൈവത്തോട്. ഇത് ധ്യാനിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഭയങ്കരമായ ഒരു ദൈവ സാന്നിധ്യം വ്യാപരിക്കാൻ തുടങ്ങും. ഷസ്കനാദിന എല്ലാ മൈക്കും അങ്ങോട്ട് പ്രാർത്ഥിച്ചു. ചില മിനിറ്റുകൾ കൂടെ പ്രാർത്ഥിച്ചു. ഷഗാനബാര ഹക്ഷസ്കനാദിനാദന വൈഡപ്രൗഢമനഘടകതന ഷഗത്തുരാപനാരഘടകതനം പറഞ്ഞു. ആ വാക്കുകൾ ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിച്ചു. ഷാപാട ഷസ്കനാദിനാദന. നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു പോകരുത്, നിങ്ങളുടെ ഉള്ളിൽ മടുത്തു പോകരുത്, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു പോകരുത്. ഷാപ ലഗത്തുരേതിരി വൈഷപ്രൗഢബലം
Likabara Shikuradari Shiskirivi Aturabana Prodavana Gadagaduri Gadagadana Gadagaskanadi the Prodavana Gadagadanam ഇവിടെ നമുക്ക് നമ്മിൽ ദൈവശക്തി വ്യാപരിക്കുന്നതിന്റെ ഒരു ചാവി നമുക്ക് കാണാം. അപ്പം അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ നാം ദൈവസ്നേഹത്തിന്റെ ആഴത്തിലേക്ക് വേരൂന്നാൻ തുടങ്ങിയാൽ, എങ്ങനെ വേരൂന്നുന്നത്? നാമും അവനും ആത്മാവിനും ഒന്നാകുന്നതിലൂടെയാണ് വേരൂന്നുന്നത്. ഞാൻ ഇന്ന് രാവിലെ ഈ കാര്യം ഈ ഭാഗം എടുക്കാൻ കാരണം, ഞാനിപ്പം ഇവിടുത്തെ സമയം ഇപ്പോൾ 1:45. ഞാൻ ഇവിടുത്തെ സമയം 1:05 ഞാൻ അലാറം വെച്ചാണ് കിടക്കുന്നത്. 1 മണിക്ക് അലാറം വെച്ചാണ് കിടന്നത്. അപ്പം അലാറം വെച്ച് കിടന്നപ്പോ ഞാൻ അലാറം അടിക്കുന്ന സമയത്ത് എഴുന്നേൽക്കുമ്പോൾ ഞാൻ കാണുന്ന ഒരു സ്വപ്നമാണ്. ഒന്ന്, ഞാനൊരു ഹയർ സ്റ്റഡി ബൈബിൾ കോളേജിൽ ചേർന്ന് ഒരു ഹയർ സ്റ്റഡി ബൈബിൾ കോളേജ് പഠനം നടത്തുകയാണ്. രണ്ടാമത് ഞാൻ കാണുന്നത്, ഈ ബൈബിൾ കോളേജിൽ പഠനം നടക്കുമ്പോൾ ഞാൻ കാണുന്നത്, ഞാൻ ഇരിക്കുന്ന സ്ഥലത്തിരുന്ന് ഞാൻ തെറിക്കുന്നത് പോലെ ദൈവശക്തി വ്യാപരിക്കണം, എൻ്റെ മേൽ ദൈവശക്തി വ്യാപരിക്കുകയാണ്. ഇങ്ങനൊരു സ്വപ്നമാണ്. അത് കണ്ടിട്ടാണ് ഞാൻ ഇപ്പോൾ എഴുന്നേൽക്കുന്നത്. അപ്പം നമ്മിൽ ഈ ശക്തി വ്യാപരിക്കാൻ, ദൈവശക്തി വ്യാപരിക്കുന്നത് നമ്മുടെ അധ്വാനമൊന്നും അല്ല കേട്ടോ, നമ്മുടെ പ്രയത്നം. നമ്മൾ നല്ല ശക്തി വ്യാപരിക്കുമ്പോൾ നമ്മൾ കിടന്ന് നമുക്കറിയാലോ, നമ്മുടെ ചർച്ചകളിൽ നമ്മുടെ ദൈവശക്തി വ്യാപരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനുണ്ടാകുന്ന ചലനമുണ്ട്. അത് ദൈവശക്തി അല്ലെന്ന് ഞാൻ പറയില്ല. പക്ഷെ യഥാർത്ഥ ദൈവശക്തി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ക്ലിയർ ആയിട്ടുള്ള ഉൽപ്പന്നം എന്ന് പറയുന്നത്, നമ്മുടെ അകത്ത് ദൈവത്തിന്റെ എല്ലാ നിറവുകളും നിറയ്ക്കുന്നതാണ്. നിങ്ങൾ 20 വാക്യം വായിച്ചു. എന്നാൽ അതിന്റെ 19 വാക്യം, നിങ്ങൾക്ക് ശക്തി ലഭിക്കും, ദൈവത്തിന്റെ സർവസമ്പൂർണതയാലും നിങ്ങൾ നിറയപ്പെടണം. കണ്ടോ, പൗലോസിന്റെ പ്രാർത്ഥന എന്താ? ദൈവത്തിന്റെ എല്ലാ നിറവിനോളം. ബൈബിൾ സൊസൈറ്റിയുടെ പരിഭാഷയിൽ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ദൈവത്തിന്റെ എല്ലാ നിറവിനോളം നിങ്ങൾ നിറഞ്ഞു വരണം. കണ്ടോ, നിങ്ങളുടെ സ്പിരിറ്റ് മുഴുവൻ ദൈവസ്നേഹത്താൽ, ദൈവിക പരിജ്ഞാനത്താൽ, ദൈവിക ക്ഷമയാൽ, ദൈവാത്മാവിനാലുള്ള എല്ലാ ദിവ്യ സൽഗുണങ്ങളാലും, അവന്റെ ക്ഷമ, അവന്റെ സൗമ്യത, അവന്റെ സമാധാനം, ഇത് മുഴുവൻ നിങ്ങളുടെ അകത്തെ മനുഷ്യനിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഇത് മുഴുവൻ നിങ്ങളുടെ സ്പിരിറ്റിൽ നിന്ന് നിങ്ങളുടെ സോളിലേക്ക് ഇമ്പാർട്ടാകും. ഇവിടെ നിങ്ങൾ മുഴുവൻ അവനാൽ നിറയാൻ തുടങ്ങും. അപ്പൊ നിങ്ങളുടെ സ്വഭാവത്തിന് നിങ്ങളിൽ ഉണ്ടാകുന്ന നിറവാണ് തൊട്ടു താഴെ നിങ്ങൾ വ്യാപരിക്കുന്ന ശക്തിയുടെ അടയാളമായി മാറുന്നത്. എന്താണ് തൊട്ടു താഴെ വ്യാപരിക്കുന്ന ശക്തിയുടെ അടയാളം? 20 വാക്യം കണ്ടോ. എന്നാൽ നമ്മിൽ വ്യാപരിക്കുന്ന അവിടുത്തെ ശക്തിയാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും അത്യന്തം അതീതമായി പ്രവർത്തിക്കാൻ കഴിയുന്നവന്. നിങ്ങൾ ഇന്ന് രാവിലെ, നമ്മളിപ്പോ നിങ്ങളുടെ വീട്ടിലെ വിഷയം കൂടി ഒന്നും പ്രാർത്ഥിച്ചില്ല, നിങ്ങൾ ചോദിക്കുന്നതുണ്ട്. ചോദിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് നനയ്ക്കുന്നതുണ്ട്. പലരും പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിക്കുമ്പോൾ ആദ്യം പറഞ്ഞൊരു കാര്യമുണ്ട്, പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിച്ചേ.
അവർക്ക് അറിയണം, അവര് പറയാത്ത തന്നെ ദൈവാത്മാവ് കാര്യങ്ങൾ വെളിപ്പെടുത്തുമോ. അപ്പോൾ പ്രാർത്ഥിക്കാൻ വിളിക്കാൻ കാരണം എന്താണ്? അവരുടെ കൊച്ചിന്റെ വിഷയമാണ്. ആ വിഷയം എന്താ പറയാത്തത്? അവർ പറഞ്ഞ വിഷയം എന്താണ്? പാസ്റ്റർ ഒന്ന് പ്രാർത്ഥിക്കണം. ഉള്ളിലെ വിഷയം എന്താണ്? അവരുടെ കൊച്ചിന്റെ വിഷയം, അല്ലെങ്കിൽ അവരുടെ ജോലി സംബന്ധമായ കാര്യം. ആ വിഷയത്തിൽ ദൈവം എന്തെങ്കിലും പറയുമോ എന്ന് അറിയാനാണ്. ഞാൻ അവന് കുറ്റം പറയുന്നില്ല. പക്ഷെ ഇവിടെ നമുക്ക് പൗലോസ് പറയാണ്, എന്നാൽ നാം ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി, നാം യാചിക്കുന്നതിലും ചിന്തിക്കുന്നതിലും അത്യന്തം പരമായി അവന്റെ ശക്തിയാൽ, അവന്റെ അത്യന്തം അതീതമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന അവന്റെ ശക്തിയാൽ അവന്റെ കരം വെളിപ്പെട്ട് വരാൻ തുടങ്ങും. അപ്പോൾ ഈ ശക്തിയുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ഈ ശക്തിയാണ് കർത്താവായ യേശുക്രിസ്തുവിന്റെ കല്ലറയിൽ വ്യാപരിച്ചത്. 1-ാം അധ്യായത്തിന്റെ അതിന്റെ 19-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് ആ വാക്യം കാണാം. 19-ാം വാക്യത്തിൽ പറയുകയാണ്, വിശ്വസിക്കുന്നവരായ നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അതുല്യമായ ശക്തി നിങ്ങൾ അറിയണം. കണ്ടോ, 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ ഈ ശക്തി അറിയണം. 3:20 പറയുകയാണ്, ഈ ശക്തി നിങ്ങളിൽ തുറക്കണം. ഹലോ, എന്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? 6:10 പറയുകയാണ്, നിങ്ങൾ ഈ ശക്തിയാൽ ശക്തിപ്പെടണം. നിങ്ങൾ പൈശാചിക സാമ്രാജ്യത്തിനെതിരെ പോരാടണം. നിങ്ങൾ ദൈവത്തിന്റെ വചനമെന്ന ആത്മാവിന്റെ വാളെടുക്കണം. നിങ്ങൾ നിങ്ങളുടെ ഡസ്റ്റിയിലേക്ക് തീയണം. നിങ്ങൾ ഈ ശക്തിയാൽ നിറയപ്പെടണം. കണ്ടോ, അപ്പോൾ യേശുക്രിസ്തുവിന്റെ കല്ലറയിൽ വ്യാപരിച്ച ശക്തിയെക്കുറിച്ച് നിങ്ങൾ അറിയാനായിട്ട് 1:19 പ്രാർത്ഥിക്കുന്നു. 2:3-20 പറയുകയാണ്, ഈ ശക്തിയാൽ നിങ്ങൾ ചോദിക്കുന്നതിലും നിനയ്ക്കുന്നതിലും അത്യന്തം പരമായി ചെയ്യാൻ അവന് കഴിയും. എന്നിട്ട് പറയുകയാണ്, ഈ ശക്തി നിങ്ങൾ എടുക്കണം. ഈ ശക്തി എടുത്താൽ, നിങ്ങളിൽ നിന്ന് ഈ ശക്തി തുറന്നാൽ നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം വെളിപ്പെടുകയാണ്. ആ വാക്യം ഒന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാം കേട്ടോ. നമുക്ക് ആ വാക്യം ഒന്ന് പറഞ്ഞു പ്രാർത്ഥിക്കാമേ. എന്താണ് ആ വാക്യം? വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് നിങ്ങൾ തിരിച്ചറിയേണ്ടതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അടുത്ത വാക്കോ, ആ ശക്തി നിങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുക. എന്നാൽ നാം ചോദിക്കുന്നതിലും നയിക്കുന്നതിലും അത്യന്തം പരമായി പ്രവർത്തിക്കുവാൻ കഴിയുന്ന അവന്റെ ശക്തി. ഇന്ന് രാവിലെ ആ ശക്തി നമ്മളിവിടെ തുറക്കാൻ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 6-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം, ആ ശക്തിയാൽ നിങ്ങൾ ശക്തന്മാരാകുക. കണ്ടോ, 6:10 അവനായി അവസാനമായി ഓർപ്പിപ്പിക്കട്ടെ, കർത്താവിലും അവിടുത്തെ അപാര ശക്തിയാലും നിങ്ങൾ ശക്തന്മാരാവുക. നിങ്ങൾക്ക് ജയമുണ്ട്. പിശാച് നിങ്ങളെ തകർക്കില്ല. പിശാച് നിങ്ങളെ തൊടുകയില്ല. അരയ്ക്ക് സത്യം കെട്ടി ആ നീതി എന്ന കവചം ധരിച്ച്, വിശ്വാസമെന്ന പരിച ധരിച്ചുകൊണ്ട്, സുവിശേഷീകരണമെന്ന ചെരുപ്പ് ധരിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ആത്മീയ പോരാളിയായി ദൈവാത്മാവിനാൽ നിറയപ്പെടുക. എന്താ ഉണ്ടാകുന്നത്? തുറക്കുന്ന ദൈവശക്തി നിങ്ങളെ സമ്പൂർണമായി പ്രൊട്ടക്ട് ചെയ്യുമെന്ന് മാത്രമല്ല, തുറക്കുന്ന ദൈവശക്തി നിങ്ങളുടെ കുടുംബങ്ങളിൽ വിശ്വസിക്കാൻ കഴിയാത്ത വിടുതലുകൾ തുറന്നു വരാൻ തുടങ്ങും. പ്രാർത്ഥിക്കാം. നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ മുഴുവൻ ദൈവാത്മാവത്തോടാൻ പ്രാർത്ഥിക്കാം. അടുത്ത ചില മിനിറ്റുകൾ എല്ലാം വൈക്കോൺവിട്ടിട്ട് പ്രാർത്ഥിക്കും. ഈ ശക്തി നിങ്ങളുടെ കുടുംബങ്ങളിൽ തുറന്നു വരും. ഈ ശക്തി നിങ്ങൾ അനുഭവിക്കുമാറ് തുറന്നു വരും. ഇതാണ് നിങ്ങളുടെ മുമ്പിൽ കാര്യങ്ങളെ സാധിപ്പിക്കുന്നത്. ഇതാണ് നിങ്ങളുടെ മുമ്പിൽ വഴികൾ തുറക്കുന്നത്, അടിമത്തങ്ങളെ പൊട്ടിക്കുന്നത്, വാതിലുകളെ തുറക്കുന്നത്, ഇല്ലാത്തതിനെ ഉളവാക്കുന്നത് ഈ ശക്തിയുടെ പ്രദർശനമാണ്. പ്രാർത്ഥിച്ചോ. പരിശുദ്ധാത്മാവിന് രാവിലെ ഇത് തുറക്കാൻ പ്രാർത്ഥിച്ചു. ഷാഭാരാബാനാബ കർത്താവ്, ഈ ശക്തി തുറക്കുമ്പോൾ അവിടെ അസാധാരണമായ ഹീലിംഗുകൾ നടക്കും. ഈ ശക്തി തുറക്കുമ്പോൾ അവിടെ അത്ഭുതകരമായ വിടുതലുകൾ നടക്കും. ഈ ശക്തി തുറക്കുമ്പോൾ അവിടെ വാതിലുകൾ തുറന്നു വരും. ഈ ശക്തി തുറക്കുമ്പോൾ വിശ്വസിക്കാൻ കഴിയാത്ത അത്ഭുതങ്ങൾ സംഭവിക്കും. പ്രൗഢവനഘടകദിനം ഈ ശക്തി തുറക്കുമ്പോൾ അവിടെ ജീവൻ വെളിപ്പെട്ടു വരും. ശഭ ലഗത്തിലേതിരി രഗച്ചുരാധന പ്രൗഢവനഘടകദിന വൈഷപ്രൗഢവനഘടകദിനം ശബത്തുരാധനാരഘടകദുരിബിനിഘടകദനാരഘടകദനം വൈഡപ്രൗഢവനഘടകദുരിബിദിരിഘടകദനം
ലഗത്തുര ബറബശേബിനി ഹത്തുരാബന ചിവൽക്കനികതുരി വീതി പ്രൗഷബന ഹട്ടുസ്കിമിനിഗതന ഘടകതനം അമ്പപ്രൗഢബന ഘടകതന പരിശുദ്ധാത്മാവേ ആ ജീവനും ശക്തിയും തുറക്കാൻ നാം ഒറ്റവാക്കിനാൽ നമ്മുടെ വിഷയങ്ങളെല്ലാം ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. നമ്മുടെ ഇതിനകത്ത് സുമിനകത്ത് ഈ രാവിലെ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്ന കുടുംബങ്ങളുടെ മേൽ പല നിലകളിൽ ദൈവത്തിന്റെ വിടുതലിന്റെ കരം തുറന്നു വരാനായിട്ടുണ്ട്. നമ്മുടെ ശുശ്രൂഷകൾ വെളിപ്പെട്ടു വരാനായിട്ടുണ്ട്. ശാരീരികമായി സൗഖ്യങ്ങൾ നടക്കാനായിട്ടുണ്ട്. അതുപോലെ തന്നെ അത്ഭുതകരമായ ദൈവിക വിടുതലുകൾ അനുഭവിക്കാനുണ്ട്. നമ്മുടെ അകത്ത് ആത്മാവിനാലുള്ള ഓഫീസുകൾ തുറന്നു വരാനായിട്ടുണ്ട്. പല മേഖലകളിൽ ദൈവത്തിന്റെ കരം വെളിപ്പെട്ട് വരാനായിട്ടുണ്ട്. നമ്മൾ അതിനെല്ലാം വേണ്ടി 1 മിനിറ്റ് നേരം കൂടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. അതിനിടയിൽ അത്യാവശ്യമായി നമ്മൾ ഇതുവരെ പറയാത്തൊരു പ്രാർത്ഥനാ വിഷയം എമർജൻസി ആയിട്ട് പറയാനായിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും പ്രത്യേക പ്രാർത്ഥനാ വിഷയം വല്ലാതെ നിങ്ങളെ വേദനിപ്പിക്കുന്നു, വല്ലാതെ നിങ്ങളെ വിഷമിപ്പിക്കുന്നു, ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ട് എനിക്ക് അതിനെ ജയിക്കാൻ പറ്റുന്നില്ല, അങ്ങനെ ഒരു പ്രാർത്ഥന വിഷയം ഉണ്ടെങ്കിൽ അവർ മാത്രം മൈക്കാൻ മ്യൂട്ട് ചെയ്ത് പെട്ടെന്ന് നിങ്ങൾ വിശദമായിട്ട് പറയരുത്. സമയം നമ്മുടെ മുമ്പിൽ കഴിഞ്ഞിരിക്കുക. 2 മിനിറ്റേ ഉള്ളൂ. നമ്മൾ ഇത്രയും 47 പേര് ഇപ്പോൾ ഉണ്ട്. 1 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പ്രാർത്ഥന വിഷയം ഏതെങ്കിലും ഒരു പ്രത്യേക വിഷയം പറയാനായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ അതൊന്നും കൂടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മൈക്കാൻ മ്യൂട്ട് ചെയ്ത് പറയാം. എന്റെ മകന്റെ വിഷയം, മകന്റെ വിവാഹ വിഷയം, വിവാഹ ആലോചനകൾ നമ്മൾ അങ്ങോട്ട് ആലോചിച്ചൊന്നും ചെല്ലുന്ന ഒന്നും ഒരു പോസിറ്റീവായിട്ട് ഇത് ഉണ്ടാകുന്നില്ല. അതിനെ ഓർത്ത് പ്രാർത്ഥിക്കും. ഈ ദേവദാസി മിനി മറിയം സിസ്റ്റർ തിരുവല്ലം മാവേലിക്കര ഭാഗത്ത് നിന്നാണ് കയറുന്നത്. തിരുവല്ല മാവേലിക്കര ഭാഗത്തുനിന്നാണോ സിസ്റ്റർ കയറുന്നത്? അതെ അതെ അതെ. നമ്മുടെ ശുഭസിസ്റ്ററുമായിട്ട് പരിചയമുണ്ടല്ലോ അല്ലേ? അതെ, സുബയുടെ പരിചയത്തില്. എനിക്ക് മനസ്സിലായി. ഓക്കെ, എന്നോട് ശുഭസിസ്റ്റർ പറഞ്ഞിരുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ സിസ്റ്റർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ കുടുംബത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. തന്റെ പൈതൽ അവന്റെ വിവാഹ വിഷയത്തിന് വേണ്ടിയിട്ട് നമ്മുടെ മേലെ, നമ്മുടെ കുടുംബങ്ങളുടെ മേലൊരു ബ്ലെസ്സിങ്ങിന്റെ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വാതിൽ ദൈവം തുറക്കും. വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യം വായിക്കുന്നുണ്ട്, ദാവീദിന്റെ താക്കോലുള്ളവൻ അവൻ അരുളി ചെയ്യുന്നത്, ആരും നിനക്ക് അല്പമേ ശക്തിയുള്ളൂവെങ്കിലും നീ എന്റെ വചനം കാത്തതിനാൽ ആർക്കും അടയ്ക്കാൻ കഴിയാത്ത വാതിൽ. അങ്ങനെ ദൈവാത്മ തുറക്കുന്ന വാതിലുണ്ട്. അങ്ങനെ ഒരു വാതിൽ നമ്മുടെ കുടുംബത്തിന് മേൽ തുറന്നു കഴിഞ്ഞാൽ അതുവരെ നമ്മൾ സഫർ ചെയ്തത് മുഴുവൻ ഈസി ആയിട്ട് മടക്കാൻ പെടും. അതുവരെ നമ്മൾ കണ്ടമാനം കഷ്ടപ്പെട്ടു, കണ്ടമാനം പ്രാർത്ഥിച്ചു. പക്ഷെ നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് നമ്മൾ തിരിഞ്ഞ് വചനത്തിൽ നമ്മൾ ഉറപ്പിക്കപ്പെടാൻ തുടങ്ങി പെട്ടെന്ന് ദൈവാത്മാവ് കാര്യങ്ങളുടെ മേൽ ഇടപെടലുകൾ നടത്താൻ തുടങ്ങും. കർത്താവിനുദാസി പ്രിയദാസി മിനി മറിയത്തിന്റെ മകന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റേതെങ്കിലും പ്രാർത്ഥന വിഷയം പറയാനുണ്ടോ? പാസ്റ്ററെ, ഞാൻ എന്റെ ഒരു കസിന് ഇന്നലെ ഞാൻ പെട്ടെന്ന് കണ്ടപ്പോ കസിന്റെ വൈഫ്, ഞങ്ങള് ഇതിനു മുമ്പ് പല പ്രാവശ്യം കണ്ടിട്ടില്ല. പുള്ളിക്കാരി ഒറ്റ വിശ്വാസത്തിൽ വന്നു. ഹസ്ബൻഡാണ് ഈ ഭയങ്കര എതിർപ്പാ. അപ്പൊ ആ പുള്ളിക്കാരി അവരുടെ മോളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല. അപ്പൊ എന്നോട് പറഞ്ഞു മോളുടെ വിവാഹം കഴിഞ്ഞിട്ടില്ല, അവൾ ഡോക്ടറാണ്, ആ മോളും വിശ്വാസത്തിലാണ്. അപ്പൊ ഇപ്പൊ 32 വയസ്സായി. അപ്പം വിവാഹം നടക്കാൻ പ്രാർത്ഥിക്കണേന്ന് പ്രത്യേകം പറഞ്ഞു. എന്റെ കസിൻ ആ പുള്ളിക്കാരുടെ ഹസ്ബൻഡ്, ആ പുള്ളിക്കാരൻ ഭയങ്കര എന്തോ പറയണ്ടേ, ഒരു അറഗൻ ടൈപ്പാണ്. നമ്മള് സിസ്റ്റർ, നമ്മളിത് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ മറ്റൊരു വ്യക്തിയെ കുറിച്ച് പറയുമ്പം ആ പേര് പറഞ്ഞിട്ടില്ല ആന്റി, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ നമ്മൾ അത് ശ്രദ്ധിച്ച് പറയണമെന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ്. നമുക്ക് ഒറ്റ വാക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. അങ്ങനെ പോരെ? അത് ഏതെങ്കിലും നിലയിൽ ആ വ്യക്തികൾ ഈ ക്ലിപ്പ് കേട്ട് കഴിഞ്ഞാൽ എന്റെ മോള് ഇതുവരെ അവൾക്ക് അഡ്മിഷൻ കേളിയ കൊല്ലത്തുനിന്ന്. മനസ്സിലായി.
പിന്നെ എന്റെ മോക്ക് ഇതുവരെ അഡ്മിഷൻ ആയില്ല പാസ്റ്ററെ. പല രീതിയിൽ ആദ്യം നീറ്റ് എഴുതി കിട്ടിയില്ല, പിന്നെ നേഴ്സിംഗിന്റെ ടെസ്റ്റുകള് പലതും എഴുതി ഒന്നും കിട്ടിയില്ല. ഇപ്പം ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി കോട്ടയെ കൊടുത്തിരിക്കുക. അത് ആ അലോട്ട്മെന്റിൽ പേര് വന്നില്ലെങ്കിൽ ഈ ഒരു വർഷം അങ്ങ് പോകും. അപ്പം അതിനു വേണ്ടി പ്രാർത്ഥിക്കണേ. നമുക്ക് കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. സിസ്റ്റർ ആ സിസ്റ്ററുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ പറഞ്ഞേ? ആ സിസ്റ്ററുടെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്നല്ലേ പറഞ്ഞേ? ഓക്കെ, നമുക്ക് ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഗേലി സിസ്റ്റർ ഗേലി സിസ്റ്റർ കൊല്ലത്ത് നിന്ന് വരുന്ന സഹോദരിയാണ്. ഭയങ്കര വിഷമത്തിലാണ്. തന്റെ മകൾക്ക് ഒരു അഡ്മിഷൻ ഇതുവരെ ശരിയായിട്ടില്ല. ഒരു വർഷം ആ കുഞ്ഞിന് പോകാവുന്ന ഘട്ടത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ ദൈവം അവസാന സെക്കൻഡിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഞാൻ പണ്ടൊരു സാക്ഷ്യം കേട്ടിട്ടുണ്ട്. ഒരു ചർച്ചിൽ വന്ന ഒരു കുഞ്ഞിനോട് ദൈവാത്മാവ്, നിനക്ക് ഈ വർഷം ദൈവാത്മാവ് ഇന്ന വിഷയത്തിൽ ഒരു അഡ്മിഷൻ ദൈവാത്മാവ് തരുമെന്ന് പറഞ്ഞു. ആ കുഞ്ഞ് എല്ലാ അഡ്മിഷനും കഴിഞ്ഞിട്ടും ആ കുഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവാത്മാവ് പറഞ്ഞ ദൂത് നിവർത്തിക്കപ്പെടാൻ വേണ്ടിയിട്ട്. ഒടുവിൽ ഗവൺമെന്റ് ആ വർഷം ഒരു പുതിയ കോളേജ് തുടങ്ങിയെന്നും പിന്നെ ഒരു കൂട്ടത്തെ എടുത്തെന്നും ആ കൂട്ടത്തിൽ ഈ കൊച്ചിന്റെ പേര് വന്നെന്നും പറഞ്ഞൊരു സാക്ഷി ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമുക്ക് പ്രാർത്ഥിക്കാം, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഓക്കെ, വേറെ ഏതെങ്കിലും പ്രാർത്ഥന വിഷയം പെട്ടെന്ന് പറയാൻ? ഇവിടെ ഒരു ശുശ്രൂഷ ഉണ്ട്, അതൊന്ന് വളരുവാൻ നല്ലതായിട്ട് വരുമായിരുന്നു. ഈയിടെയായിട്ട് മറ്റ് സഭകള് വിളിച്ചു പറയുന്നു അവിടെ പോകരുത്, ആ കൂട്ടായ്മ പോകരുത്, അങ്ങനെയുള്ള ആ വഴിയെ പൊക്കോണമെന്ന്. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞ രക്ഷപ്പെട്ടു. തൃശ്ശൂർ ആദ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ വചന പഠനം കൃത്യമായ റൂട്ടിലാണെങ്കിൽ, നമ്മൾ പഠിപ്പിച്ചു വരുന്ന പുതിയ ഉടമ്പടി ഇതാണെങ്കിൽ, എനിക്കറിയില്ല അവിടുത്തെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല. 2008 മുതല് തൃശ്ശൂരുകാര് നമ്മളോട് പറഞ്ഞിട്ട് കഥമാണ്. അവിടെ ദുരുപദേശമാണ് പഠിപ്പിക്കുന്നത്. നമ്മുടെ വീടുകളിൽ ഇപ്പൊ ലത സിസ്റ്റർ ഒക്കെ വീട്ടിൽ ചെന്ന് പറഞ്ഞിട്ടുണ്ട് പാസ്റ്റർമാര്. അപ്പൊ അവര് ചോദിച്ചു, ഞങ്ങൾ അവിടുത്തെ ക്ലാസ് കേൾക്കുന്നുണ്ട്, എന്താണ് ദുരുപദേശം, എന്താന്ന് പറ. ആകെ കൂടെ അവർക്ക് കണ്ടെത്തിയാൻ പറ്റിയ ഒരു ദുരുപദേശം എന്ന് പറയുന്നത്, ഞങ്ങള് ക്രിസ്മസിന് പാപ്പയെ വെച്ച് സുവിശേഷീകരണം നടത്തി. ആകെ കണ്ടെത്തിയ ഒരു ദുരുപദേശമാണ് അവർ പറഞ്ഞത്. അത് ഇപ്പം എന്താ പറയുക, കണ്ടമാനം ചർച്ചുകളും സെന്ററുകളും ഒക്കെ അത് ചെയ്യാൻ തുടങ്ങി. അപ്പൊ അതുകൊണ്ട് അതും പൊളിഞ്ഞു. അപ്പം നമ്മൾ ഇതുകൊണ്ട് ഒന്നും പേടിക്കണ്ട സിസ്റ്ററെ. നമ്മുടെ അകത്ത് ദൈവാത്മാവ് ഒരു വിഷം തന്നിട്ടുണ്ടോ? ഒരാളെ ഉള്ളോ? നിങ്ങൾ വിശ്വസ്തയോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങിക്കോ. ഒരു സമയം എടുക്കുമായിരിക്കും ചിലപ്പോ. ഇന്നല്ലെങ്കിൽ നാളെ ആളുകൾക്ക് മുഴുവൻ ബോധ്യമാകുന്ന നിലയിൽ ദൈവപ്രവൃത്തി വെളിപ്പെടുകയും ദൈവാത്മാവിന്റെ കരം. ആരുടെ ശുശ്രൂഷയാരുടെ? ദൈവത്തിന്റെ അല്ലേ. മനുഷ്യൻ തടുക്കാൻ തുടങ്ങി എന്തോരം തടുക്കും? മനുഷ്യൻ തടുക്കാൻ തുടങ്ങിയാൽ എന്തോരം തടുക്കും? മനുഷ്യന് തടുക്കാൻ പരിധിയുണ്ട്. എന്നാൽ ദൈവം ഒന്ന് തുറക്കാൻ തീരുമാനിച്ചാൽ ഒരാൾക്കും തടുക്കാൻ പറ്റില്ല. കേട്ടോ ആന്റി? അതുകൊണ്ട് ഒരിക്കലും. എവിടെ സ്ഥലം? എവിടെയത്? ഇത് പുതുശ്ശേരി മല്ലപ്പള്ളിക്ക് അടുത്താ. ഒന്നുകൊണ്ടും വിഷമിക്കണ്ട കേട്ടോ. സുവിശേഷത്തിന്റെ മണ്ണ് ശക്തിയോടെ വീണ സ്ഥലമാണേ. അപ്പൊ അതുകൊണ്ട് എപ്പോഴും ഈ നിങ്ങൾ ഉണർവുകൾ വ്യാപരിച്ച ഉണർവുകൾ നടന്ന സ്ഥലമൊക്കെ എടുത്ത് പഠിച്ചു നോക്കിയോളൂ. ഉണർവുണ്ടായ സമയത്തെല്ലാം അവരെല്ലാം തെറ്റാണെന്നാണ് അന്ന് കാലത്തുള്ള ആളുകൾ ചിന്തിച്ചിട്ടുള്ളത്. പിന്നെയാണ് ആൾക്കാർക്ക് മനസ്സിലാവുക, അയ്യോടാ നമുക്കാണ് അബദ്ധം. എന്തിനേറെ കർത്താവിനെ വരെ എന്താ പറഞ്ഞേ? ഭൂതം എന്നല്ലേ പറഞ്ഞേ? കർത്താവിനെ വരെ പറഞ്ഞ എന്താ? ഭൂതമാണ് ഇവൻ ദുരുപദേശകനാണ്, ഇവൻ തെറ്റാണ് എന്നല്ലേ പറഞ്ഞേ? അപ്പം കർത്താവിനെ തള്ളിക്കളഞ്ഞ ലോകം നമ്മളെ ചേർത്ത് പിടിക്കണം നമ്മൾ ചിന്തിക്കുന്നത് തന്നെ അബദ്ധമല്ലേ? അപ്പൊ അതുകൊണ്ട് ദൈവം തുറക്കേണ്ട സമയത്ത് തുറക്കും കേട്ടോ ആന്റി. ധൈര്യം. നമുക്ക് പ്രാർത്ഥിക്കാം. ആ പുതുശ്ശേരി പ്രദേശത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മറ്റെന്തെങ്കിലും പ്രാർത്ഥന വിഷയം? ഓക്കെ, നമുക്കൊരു ദിവസം പ്രാർത്ഥിക്കും, വിഷയങ്ങൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കും. എല്ലാ കുടുംബങ്ങളെ ഓർത്തുകൊണ്ട്. ഇപ്പൊ ചില വിഷയങ്ങൾ പറഞ്ഞു അത്ര മാത്രമേ ഉള്ളൂ, പറയാത്ത കണ്ടമാനം വിഷയങ്ങളുണ്ട്. 1 മിനിറ്റ് നേരം നിങ്ങൾക്ക് 6:35 36 സമയം തോന്നുന്നു. ഒരൊറ്റ മിനിറ്റ് നമ്മുടെ എല്ലാ വിഷയങ്ങളെയും ഓർത്തുകൊണ്ട് ഒന്ന് സ്തോത്രം ചെയ്തു. നിങ്ങളുടെ വിഷയങ്ങൾ, ആ വിഷയങ്ങൾ സ്തോത്രത്തോടെ അറിയിക്കാൻ വാക്യം ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ മൈക്കും അൺമ്യൂട്ട് ചെയ്ത് 1 മിനിറ്റ് കൊണ്ട് പ്രാർത്ഥിക്കും. ഇപ്പോൾ പറഞ്ഞ ഗേലി സിസ്റ്ററുടെ കൊച്ചിന് വേണ്ടി പ്രാർത്ഥിക്കാം. ഷസ്കനാഥന പുതുശ്ശേരിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇനി മറിയം സിസ്റ്ററുടെ മകന്റെ വിവാഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഷബാന ഹൈഷസ്കിനീരി ഷഗത്തുരാവന പ്രൗഷിബിനി ഘടകധനം
നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിച്ച് ഈ സെക്ഷൻ ഇപ്പോൾ ഇവിടെ അവസാനിപ്പിക്കാം. ഇവിടെ അർദ്ധരാത്രിയാണ് സമയം. ഇത്രയും സമയം പ്രാർത്ഥിപ്പാനായിട്ട് കർത്താവ് നമുക്ക് സാവകാശം നൽകിയല്ലോ. ഈ ഭവനത്തെ നമുക്ക് ഓർത്ത് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഇവിടുത്തെ ചർച്ചുണ്ട്. നമുക്ക് അടുത്ത ദിവസം എല്ലാ വിഷയം കൂടി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ആ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. ഒരു സെക്ഷൻ നമുക്ക് അങ്ങനെ വിഷയങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കാം. ഇപ്പോൾ പ്രാർത്ഥിച്ച് നമുക്ക് ഈ സെക്ഷൻ അവസാനിപ്പിക്കാം. നല്ലവനും വിശ്വസ്തനും വാക്കുമാറാത്തനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദിയോടെ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ രക്ഷകനുമായ യേശുക്രിസ്തുവിന്റെ മഹത്വമുള്ള ധന്യമായ നാമത്തിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് ഈ പ്രഭാതത്തിൽ കടന്നു വന്ന ചില നിമിഷങ്ങൾ പ്രാർത്ഥിക്കുവാനും കർത്താവിനോട് അഭയാചന കഴിപ്പാൻ ഞങ്ങൾക്ക് നൽകിയ സാവകാശനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ കേൾപ്പിച്ച നല്ല വചനങ്ങൾക്കായി സ്തോത്രം. ക്രിസ്തു വിശ്വാസത്താൽ ഞങ്ങളുടെ ഹൃദയത്തിൽ വസിക്കട്ടെ കർത്താവേ. ഞങ്ങളുടെ ഒടുവിൽ ഞങ്ങളെ കേൾപ്പിച്ചല്ലോ, നിങ്ങളുടെ ഉള്ളിൽ ക്ഷീണിച്ചു മടുത്തു പോകരുത്. ഞങ്ങൾ പലപ്പോഴും മടുത്തു പോകുന്നു. ഞങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളുടെ മേൽ ദൈവാത്മ പ്രവർത്തിക്കാതെ വരുമ്പോൾ, കാര്യങ്ങൾ ഞങ്ങൾ ആഗ്രഹിച്ച പോലെ ആഗ്രഹിച്ച സമയത്ത് നടക്കാതെ വരുമ്പോൾ ഞങ്ങളുടെ മനസ്സിനകത്ത് മടുപ്പുണ്ടാകുന്നു. ഞങ്ങളുടെ അകത്തുണ്ടാകുന്ന മടുപ്പിനെ പൊട്ടിക്കുന്ന വചന വെളിപ്പാടുകളും അങ്ങ് ക്രൂശിൽ സഹിച്ച സഹനവും ഞങ്ങളുടെ അകത്ത് കർത്താവ് വരച്ചു കാണിച്ചു തന്ന് ഞങ്ങളെ അതിനെ ജയിപ്പിച്ച് ഞങ്ങളെ ജയാളികളാക്കി മാറ്റുന്നവന്റെ കരം ഞങ്ങളുടെ മേൽ തുറന്നു വരുവാൻ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ മക്കൾ അനുഭവിക്കുന്ന എല്ലാ ഭാരങ്ങളും അങ്ങയുടെ മക്കളിൽ നിന്ന് അടർന്നു മാറട്ടെ കർത്താവ്. ഇപ്പോൾ പ്രാർത്ഥന ആവശ്യപ്പെട്ട പ്രാർത്ഥന വിഷയങ്ങൾ, ഗേളി സിസ്റ്ററുടെ മകളുടെ അഡ്മിഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മിനി സിസ്റ്ററുടെ മകന്റെ വിവാഹത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. മോളി ജോസഫ് അങ്ങനെ ആന്റി താമസിക്കുന്ന ദേശത്തെ പ്രവർത്തനങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ അങ്ങയുടെ മക്കൾ വ്യക്തിപരമായിട്ട് അനുഭവിക്കുന്ന കണ്ടമാനം വിഷയങ്ങളുണ്ടല്ലോ കർത്താവ്. അതിനെല്ലാം ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ അകത്ത് വ്യാപരിക്കുന്ന ദൈവശക്തിയാൽ അതിന് നടുവിലെല്ലാം ദൈവത്തിന്റെ ശക്തമേറിയ കരം തുറന്നു വരുവാൻ ഞങ്ങൾ ഇപ്പോൾ ഈ രാവിലെ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് സുശീല ആന്റിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശാരീരികമായി അങ്ങനെ രോഗങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്, പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ട് കർത്താവെ. പ്രിയ ശുഭശിഷ്ടയുടെ കർത്താവെ കീഴിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാവിലെ കാണിച്ച ദർശനത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ ഭവനത്തിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഇന്ന് രാവിലെ കടന്നു വന്നിരിക്കുന്ന എല്ലാ കുടുംബങ്ങൾക്കായി സ്തോത്രം ചെയ്യുകയാണ്. കുടുംബങ്ങളുടെ മേലെല്ലാം കർത്താവിന്റെ കരം ഉണ്ടായിരിക്കണമേ. നിഷു ബിജു സിസ്റ്റർ അനുഭവിക്കുന്ന രോഗങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാവരുടെ മേലും കർത്താവിന്റെ അത്ഭുതത്തിന്റെ കരം നീട്ടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. തോമസ് ബാബുവിന്റെ കുടുംബത്തിനായിട്ട്, പ്രമീല സിസ്റ്റർ മക്കൾക്കായിട്ടൊക്കെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തലമുറയുടെ മേലെല്ലാം ദൈവത്തിന്റെ കരം അങ്ങ് അനുകൂലമാക്കണവനായിട്ട്, ദൈവപ്രവൃത്തികൾ തുറക്കണവനായിരിക്കും കർത്താവ്. കഴിഞ്ഞ ദിവസം കേൾപ്പിച്ചതുപോലെ നല്ലൊരു ജോലി നൽകണവനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. വിമല സിസ്റ്റർ കർത്താവ് സഹായിക്കണമേ. കർത്താവിന്റെ കരം അങ്ങയുടെ ദാസരിമേൽ നീട്ടുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവ്. അങ്ങനെ പ്രാർത്ഥന പ്രത്യേകമായിട്ട് ആവശ്യമുള്ള പലർ ഞങ്ങളുടെ നടുവിലുണ്ട്. അവരെല്ലാം ഞങ്ങൾ രാവിലെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എല്ലാവരും മേലും കർത്താവിന്റെ കരം അനുകൂലമാക്കണമേ. സ്വർഗം ഞങ്ങളെ സഹായിക്കണം, പണിയണം, കൃപയ്ക്കകത്ത് നിറയ്ക്കണം, ആത്മാവിനാൽ പൊതിയണമേ. രാജപുത്രനായിട്ട് ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങളുടെ തലമുറകൾക്കായി പ്രാർത്ഥിക്കുന്നു. ഒറ്റയ്ക്ക് വിശ്വാസത്തിൽ വന്നിരിക്കുന്നവരുണ്ട്. ആ കുടുംബങ്ങളെ മുഴുവൻ ഞങ്ങൾ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവാത്മാവിന്റെ ശക്തമേറിയ കരം എല്ലാ കുടുംബങ്ങളുടെ മേലും വെളിപ്പെട്ട് വരുവാൻ പ്രാർത്ഥിക്കുന്നു. സകലമാന മഹത്വപ്പ് കുറിച്ച് സ്തുതി സ്തോത്ര ആരാധന കുറിച്ച് കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടവനായ സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴിനടത്തുന്ന പരിശുദ്ധാത്മാവാൻ ദൈവത്തിന്റെ സഹവാസവും കൂട്ടായ്മയും കാവലും നാം പ്രാർത്ഥിച്ച സകല പ്രാർത്ഥന വിഷയങ്ങളും ഭൂലോകത്തുള്ള സകല വിശുദ്ധന്മാരോട് നമ്മൾ ഓരോരുത്തരും ഇന്നും എന്നേക്കും നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന്റെ രണ്ടാം വരവിലിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.